എങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. 25,200 എന്നുള്ള ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണുന്നു. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഈ ഒരു ആദ്യത്തെ മിനിറ്റിൽ? ജാസ്മിൻ, നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 0.5% മുകളിലുള്ളൊരു നേട്ടം നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. 20,220 ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ തന്നെ ശ്രദ്ധേയമായിട്ട് കാണേണ്ടത് അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ ആണ്. നിലവിൽ പരിശോധിക്കുമ്പോൾ 42 ഓഹരികൾക്ക് നിലവിലിപ്പോൾ നിഫ്റ്റി 50യിൽ നിന്ന് നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നു. 8 ഓഹരികൾ മാത്രമാണ് ഇടിവിലുള്ളത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ആയ നിരക്കിലാണ് നിഫ്റ്റി ബാങ്ക് ഇപ്പോൾ നിലനിൽക്കുന്നത്. 56,564 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ബാങ്കിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നു. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോൾ നിലവിൽ 8 ബാങ്കിങ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 4 ഓഹരികളാണ് ഒരു ഇടിവ് കാഴ്ചവെക്കുന്നത്. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിലവിലെ ഒരു കമ്പനികളുടെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ HDFC ലൈഫിൻ്റെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഏകദേശം 2% നേട്ടം HDFC ലൈഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് പരിശോധിക്കുമ്പോൾ 1.25% മുകളിലുള്ളൊരു നേട്ടം ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് രേഖപ്പെടുന്നു. കൂടാതെ നെസ്ലെ ഇന്ത്യ, ബജാജ് ഫിൻസർവ് ഓഹരികൾ നോക്കുകയാണെങ്കിൽ 1.5% മുകളിലും ഏഷ്യൻ പെയിൻറ്റ്സ് 1.25% മുകളിലുമുള്ളൊരു നേട്ടം കാഴ്ചവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇടിവിലുള്ള ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം 1.25% മുകളിലുള്ള ഇടിവുണ്ടാക്കുന്നു. ടെക് മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.25% ഒരു ഇടിവാണ് ടെക് മഹീന്ദ്രയിലുള്ളത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പാദഫലവും മറ്റുമൊക്കെ വന്നിരുന്നു. അത്ര മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ടെക് മഹീന്ദ്രയ്ക്ക് സാധിച്ചിട്ടുള്ള ഒരു ബ്രോക്കറേജ് വ്യൂ പരിശോധിക്കുകയാണെങ്കിലും അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു ബ്രോക്കറേജ് വ്യൂയും ടെക് മഹീന്ദ്രയ്ക്ക് ലഭ്യമായിട്ടുമില്ല. കൂടാതെ ആക്സിസ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1%-ഓളമുള്ളൊരു ഇടിവുണ്ടാക്കുന്നു. ടൈറ്റൻ പരിശോധിക്കുമ്പോൾ നിലവിൽ 0.5% മുകളിലുള്ളൊരു ഇടിവാണ് നിലവിൽ ഇപ്പോൾ ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. അടുത്തായിട്ട് നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ നിലവിൽ ഏകദേശം ഒരു 66 പോയിന്റുകളുടെ നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ ഓഹരികളുടെ പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുമ്പോൾ നിഫ്റ്റി ബാങ്കിൽ നിന്ന് മികച്ച രീതിയിലുള്ള ഒരു നേട്ടം ഇപ്പോഴും കൊയ്തുകൊണ്ടിരിക്കുന്നത് AU സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. നിലവിൽ പരിശോധിക്കുമ്പോൾ AU സ്മോൾ ഫിനാൻസ് ബാങ്കിന് 3.25% ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നു. IDFC ഫസ്റ്റ് ബാങ്ക് 1.25% ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ കാനറ ബാങ്കിന് 1% നേട്ടവും ബാങ്ക് ഓഫ് ബറോഡ 1%, പഞ്ചാബ് നാഷണൽ ബാങ്ക് 0.25% മുകളിലുള്ള ഒരു നേട്ടം കാഴ്ചവെക്കുന്നുണ്ട്. മറുഭാഗം പരിശോധിക്കുകയാണെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് 0.25% ഇടിവും HDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.5% ഒരു ഇടിവ് HDFC ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സെക്ടോറിയൽ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ നിഫ്റ്റി മീഡിയ സൂചിക ഒരു ഫ്ലാറ്റ് നെഗറ്റീവായ ഒരു ടോൺ നിലനിർത്തുന്നത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട സൂചികകളിലൊക്കെ തന്നെ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു നേട്ടമുണ്ടാകുന്നത് നിഫ്റ്റി റിയൽറ്റി സൂചികയിലാണ്. ഏകദേശം 2% മുകളിലുള്ളൊരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി റിയൽറ്റിക്ക് സാധിക്കുന്നു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ സൂചിക പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടം നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ സൂചിക നിലനിർത്തുന്നു. കൂടാതെ നിഫ്റ്റി FMCG പരിശോധിക്കുകയാണെങ്കിലും ഇതേ തോതിലുള്ള ഒരു നേട്ടം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. റിയൽറ്റി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 906 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി റിയൽറ്റി സൂചികയിലെ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഓഹരികളുടെ പെർഫോമൻസ് പരിശോധിക്കുമ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഏകദേശം 2.25% മുകളിലുള്ള നേട്ടം രേഖപ്പെടുന്നു. ഫീനക്സ് മിൽസ് 2% മുകളിലുള്ള നേട്ടമാണ്. ഫീനക്സ് മിൽസിൻ്റെയും ലോധ ഡെവലപ്പേഴ്സിൻ്റെയും ഓഹരികൾ കാഴ്ചവെക്കുമ്പോൾ ശോഭയുടെ ഓഹരികൾക്കും വളരെ മികച്ച രീതിയിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നു. 3% നേട്ടത്തിലെത്തുന്നു. DLFിലേക്ക് വരികയാണെങ്കിൽ 1.25% ഒരു നേട്ടം DLF കാഴ്ചവെക്കുമ്പോൾ പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സിനും ഏകദേശം 2.25% നേട്ടം ഉണ്ടാകുന്നു. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് പരിശോധിക്കുമ്പോൾ 1.25%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്താൻ ബ്രിഗേഡ് എൻ്റർപ്രൈസസിനും സാധിക്കുന്നു. അങ്ങനെ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെയാണ് നിലയിൽ ഇപ്പോൾ നിഫ്റ്റി റിയൽറ്റിയിൽ കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ നുവാമയുടെ ഒരു റിപ്പോർട്ടാണ് ലഭ്യമായിരിക്കുന്നത്. നുവാമ നിലവിൽ ഇപ്പോൾ പെർസിസ്റ്റൻസ് സിസ്റ്റത്തിന് ഒരു ബൈ റേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ടാർഗറ്റ് പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ 6,600 രൂപയിൽ നിന്നും ഏകദേശം ഒരു 7,000 രൂപയായിട്ട് നിലവിൽ നുവാമ പെർസിസ്റ്റൻസ് സിസ്റ്റത്തിൻ്റെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടാം പാദത്തിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. റവന്യൂ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ കോൺസ്റ്റന്റ് കറൻസി ടേമിൽ പരിശോധിക്കുകയാണെങ്കിൽ 4.4%, ഇയർ ഓൺ ഇയറിൽ പരിശോധിക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് കറൻസി ടേംസിൽ 17.6% ഒരു നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനിയുടെ എബിറ്റ് മാർജിൻ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 80 ബേസിസ് പോയിന്റ്സിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തി 16.3 എന്ന് പറയുന്ന ഒരു നിരക്കിൽ, അതായത് എസ്റ്റിമേറ്റ് 15.6 ആണെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് 16.3 എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്. കൂടാതെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ തന്നെ കരാറുകളൊക്കെ തന്നെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടും സാധിക്കുന്നു. ഒരു TCV ഒക്കെ പരിശോധിക്കുകയാണെങ്കിലും ഇയർ ഓൺ ഇയറിൽ പരിശോധിക്കുമ്പോൾ ഏകദേശം
ഒരു 15% ഒരു നേട്ടം രേഖപ്പെടുന്നു. കമ്പനിയുടെ ഒരു EPS പരിശോധിക്കുകയാണെങ്കിലും നിലവിൽ നുവാമ ഒരു അപ്ഗ്രഡേഷൻ നടത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. 2026 എസ്റ്റിമേറ്റിൽ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഏകദേശം EPS 3.4% ഒരു നേട്ടം രേഖപ്പെടുത്തും. 27 എസ്റ്റിമേറ്റിലേക്ക് വരുമ്പോൾ 2.4% ഒരു നേട്ടം രേഖപ്പെടുത്തും. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാർജിൻസ് ഒക്കെ തന്നെ ഒരു ഹയർ എക്സ്പെക്ടേഷൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ നുവാമ നൽകിയിരിക്കുന്നത്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ആവറേജ് വെച്ച് പരിശോധിക്കുമ്പോൾ കമ്പനിയുടെ PE പിന്നെയും ഒരു ഫെയർലി വാല്യൂഡ് ആണ്. 48 മടങ്ങ് എന്നതായിരുന്നു കമ്പനിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ PE എങ്കിൽ നിലവിൽ 45 മടങ്ങ് എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ PE നിലനിൽക്കുന്നത് എന്നുള്ളതും നിലവിൽ ഇപ്പോൾ പെർസിസ്റ്റൻസ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ നുവാമ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പാദഫലം വരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടുമാണ് നിലവിൽ ഇപ്പോൾ പെർസിസ്റ്റൻസ് സിസ്റ്റത്തിന് ലഭ്യമായിരിക്കുന്നത്. ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഏകദേശം 6.5% ഒരു നേട്ടം നിലനിർത്താനും പെർസിസ്റ്റൻസ് സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ട്. അവസാനമായിട്ട് വിപണിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് നിഫ്റ്റി 50 പരിശോധിക്കുമ്പോൾ ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടമുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിലാണ് ജാസ്മിൻ നിലവിൽ ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നത്.